കുറച്ച് നേരത്തെ ജോലിയെല്ലാം ഒതുക്കി കേട്ടോ. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ രാത്രിത്തെ ഫുഡ് അങ്ങ് ഉണ്ടാക്കുവാണ്. ചപ്പാത്തിയാണ്. ഈയിടെയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കൽ കുറച്ച് കുറവാണ് കേട്ടോ, കാരണം കൈക്ക് നല്ല വേദനയാണ്. അപ്പം നമ്മുടെ പുതിയ മിക്സി മേടിച്ചതിന് ശേഷം എന്താ ഇപ്പം ചപ്പാത്തി ഞാൻ സ്ഥിരം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. കാരണം മാവ് കുഴയ്ക്കാൻ നല്ല ഈസി ആയല്ലോ, പെട്ടെന്ന് അതിലിട്ടങ്ങ് കുഴച്ചെടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് കുഴച്ചാൽ മാത്രം മതി. ദോശ, ചപ്പാത്തി, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന അനുസരിച്ചാണ് കേട്ടോ ചുട്ടു കൊടുക്കുന്നത്. ചൂടായിട്ടങ്ങ് ചുട്ടു കൊടുക്കും. അപ്പോൾ അതാ ചപ്പാത്തി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ദാ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യലാണ് കേട്ടോ. ചപ്പാത്തി, അരിപ്പത്തിരി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിറയെ പൊടിയായിരിക്കും കേട്ടോ, ചുറ്റുഭാഗം മുഴുവൻ പൊടിയാണ്. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ദാ ബാക്കി വന്ന മാവൊക്കെ കൂടെ ഞാൻ ദാ പാത്രത്തിൽ ഇട്ട് വെക്കുവാണേ. ഇതുപോലെ കുഴച്ചുരുട്ടി വെച്ച മാവിരിപ്പുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര എളുപ്പമാണ് പരിപാടി. വെറുതെ പരത്തി അങ്ങ് ചുട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ മാവ് കുഴച്ചുരുട്ടിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ചപ്പാത്തിയുടെ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അങ്ങനെ നല്ല ചൂട് ചപ്പാത്തിയും കൂന്തൽ റോസ്റ്റുമാണേ. ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ, ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല. അപ്പോൾ ഒരു പീസ് എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിരുന്നേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉച്ചക്കത്തെ ചോറ് കഴിക്കലില്ല കേട്ടോ. കഴിവതും അങ്ങ് സ്കിപ്പ് ചെയ്യാൻ നോക്കും, എനിക്ക് വിശക്കാറും ഇല്ല. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നല്ല മീൻകറിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും നല്ല തൈരും മാങ്ങാച്ചാറും ഒക്കെ ആയിട്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്ത ദിവസങ്ങളിൽ ഞാൻ വൈകിട്ട് ചോറ് കഴിക്കും കേട്ടോ. ഇന്നലെ ഞാൻ കുറേ പേരയ്ക്ക പഴുത്ത് പോകുന്നത് കണ്ടപ്പോഴത്തേക്കിനുമേ ഞാൻ ഇതുപോലെ അരിഞ്ഞ് കുറച്ച് പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അത് പിറ്റേന്ന് തന്നെ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴേ എന്തൊരു ടേസ്റ്റ് എന്നറിയാവോ. ഒരുപാട് അങ്ങ് അലുത്ത് പോകുന്നതിന് മുമ്പേ പെട്ടെന്ന് അങ്ങ് എടുത്ത് കഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. എനിക്കെന്തോ ഉപ്പിലിട്ട സാധനങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പം ഞാൻ കഴിക്കുന്നതിനോട് അയിമ ഓടി വന്നിട്ടുണ്ട്. അങ്ങനെ അയിമാക്ക് ഒരു കഷ്ണം എടുത്ത് കയ്യിലോട്ട് വെച്ച് കൊടുത്തു. എന്നെപ്പോലെ തന്നെ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ 2 മക്കൾക്ക് ഉപ്പിലിട്ടത്. അങ്ങനെ ഞാനിത് തിന്നുന്ന കണ്ടോണ്ട് അയിമ ഓടി വന്നു കേട്ടോ. അപ്പോൾ ഒരു കൈ ഫോൺ ഇരിക്കുകയാണ്, വായി വെച്ച് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, കൈ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കാണാതെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കണം കേട്ടോ. പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ പുറകെ ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ വെള്ളം എടുക്കാൻ പോയ ആൾക്കാർ എത്തിയിട്ടുണ്ട്. വെള്ളമെടുത്ത് കമത്തി വെക്കുന്ന സമയത്ത് ചെറിയൊരു അപകടം പറ്റി കേട്ടോ. വേറൊന്നുമല്ല, ബോട്ടിലങ്ങ് തെന്നിപ്പോയി. അങ്ങനെ ഫുൾ അവിടെ വെള്ളമായി കേട്ടോ. പിന്നെ എനിക്കൊരു ജോലിയായിരുന്നു അത് തുടച്ചൊക്കെ നീക്കൽ. അങ്ങനെ തുടച്ചെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാം ടേബിളിലോട്ട് എടുത്ത് വെക്കുവാണ് കേട്ടോ. ആ സമയത്താണ് അയാനൊരു കുക്കുംബറുമായിട്ട് വന്ന് ഉമ്മച്ചി എനിക്ക് സാലഡ് വേണമെന്ന്. ഇവൻ എപ്പോഴും ഉള്ളതാണ് ഈ പരിപാടി. നേരത്തെ എന്തെങ്കിലും തീർത്തിട്ട് മാറി കിടക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ ഓരോരോ പരിപാടികളും കൊണ്ട് വരുന്നത്. പിന്നെ ചോദിച്ചല്ലേന്ന് വിചാരിച്ച് പെട്ടെന്ന് അവന് തട്ടിക്കൂട്ടി ഒരു സാലഡൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ കഴിക്കുന്ന ചോറാണ് കേട്ടോ. അപ്പോൾ അയാൻ ചപ്പാത്തി, പിന്നെ നമ്മുടെ സ്ഥിരം പല്ലവി എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിക്കുഴയ്ക്കുക, ഒരു ഉരുളി അങ്ങോട്ട് വായിലോട്ട് വെക്കുക. എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു, അയാൻ ചപ്പാത്തിയും കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.